ജിമ്മിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ ആഞ്ചലീനയുടെ ഒരു കരച്ചിൽ കേൾക്കുന്നത്. എന്റെ പൊന്നെ, എന്നാ ഒരു കരച്ചിലാ! എന്താ സംഭവം എന്ന് ഈ കരച്ചിൽ കേട്ട ശേഷം പറഞ്ഞുതരാം, കേട്ടോ. അതിന് വീട്ടിലെത്തിട്ട് ചായ കുടിക്കട്ടെ. നിങ്ങൾക്ക് അറിയില്ല ഏഞ്ചലിൻ മരിയ എന്ന ആൾ ആരാണെന്ന്, എങ്ങനെയാണെന്ന്. അഖിലൻ നാർഡി എന്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ആ വീഡിയോ ക്ലിപ്പിന്റെ റവന്യൂ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഞാൻ അഖിലൻ നാട്ടിന് എന്താ ചെയ്തത്? ഞാൻ അതാ ചോദിക്കണം. ഞാൻ അഖിലൻ നാട്ടിന്റെ വ്യക്തി ഞാൻ എന്താ ചെയ്തേ? എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇടാൻ മാത്രം ഞാൻ അയാൾ എന്ത് ചെയ്തു? അല്ലടോ, നിങ്ങൾ കണ്ട ആഞ്ചലീന കിടന്ന് കരയാക. ഇതൊക്കെ കാണുമ്പോ സങ്കടമാവും. എന്താണ് ഈ OCD? നിങ്ങൾക്ക് വല്ല പിടിയുണ്ട? OCD എന്ന് പറഞ്ഞൊരു അസുഖമായിട്ടാണ് ആ പെൺകുട്ടി ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നത്. അഖിലൻ നാർഡി ആ സംഭവം എടുത്തിട്ട് അങ്ങ് റിയാക്ട് ചെയ്തു. ഇത്ര 2-3 വർഷമായിട്ട് ചേച്ചി ഇതൊന്നും ഓർക്കണ പോലും ഉണ്ടായില്ല. അഖിലൻ നാർഡിയുടെ വൈഫ് ഒളിച്ചോടി പോയപ്പോ അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇനി എന്തായാലും ഇവർക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വ്യക്തമായിട്ട് കേൾക്കാം. എന്താണ് അഖിലൻ നാർഡി ഇവരോട് ചെയ്ത ചതി എന്നും കൂടി നമുക്ക് നോക്കാം. എന്റെ മോശമായ ആരോഗ്യാവസ്ഥയെ കോണ്ടന്റ് ആക്കി യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ചുളിവിൽ റീച്ച് ഉണ്ടാക്കിയതും കാശ് വാരിയതും അഖിലൻ നാർഡി എന്ന വ്യക്തിയാണ്. സോ ഞാനല്ല ഇവിടെ റീച്ച് ഉണ്ടാക്കിയേ. അഖിലൻ നാർഡി എന്ന വ്യക്തിയുടെ യൂട്യൂബ് അക്കൗണ്ട് ഈസ് മോണിറ്റൈസ്ഡ്. ഓക്കെ, ഏഞ്ചലിൻ മരിയ എന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോലും മോണിറ്റൈസ്ഡ് അല്ല. അപ്പൊ ഞാൻ അഖിലൻ നാർഡിനെ വെച്ചിട്ട് എന്ത് കാശാണ് ഉണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നത്? എന്റെ ആരോഗ്യാവസ്ഥയെ വെച്ച് മോശമായി പരിഹസിച്ചുകൊണ്ട് 100% ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ ഭയങ്കര ക്രൂഷ്യൽ ആയ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറിനെ 100% പരിഹസിച്ചുകൊണ്ട് അഖിലൻ നാർഡിയുടെ കോണ്ടന്റിന് കുഴപ്പമൊന്നുമില്ല അല്ലെ? 100% പരിഹസിച്ചുകൊണ്ട് അഖിലൻ നാർഡി OCDയെ കളിയാക്കിയത്ര. ഇവർ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതന്നെ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവർക്ക് OCD ആയിരുന്നു. ഇവർ ബിഗ് ബോസിനകത്തുനിന്ന് കാണിച്ചു കൂട്ടിയ ആ കാര്യങ്ങളൊക്കെ OCDയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു അവർ പറയുന്നത്. എന്നാൽ 2023 ഇറങ്ങിയ ഒരു വീഡിയോക്ക് അദ്ദേഹത്തിന്റെ വൈഫ് ഇറങ്ങിപ്പോയ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടുള്ള പക വീട്ടാൻ കാത്തിരുന്നത് പോലെയല്ലേ? പക്ഷേ അതേ പരിപാടിയുടെ സൈഡ് ഞാൻ ഇട്ടിട്ടുണ്ടാവും. ആ പ്രോഗ്രാമിന്റെ സംവിധായകനും എഴുത്തുകാരനായിട്ടുള്ള ആള് പറയുന്നുണ്ട്, അഖിലൻ നാർഡിക്ക് എന്താണ് സ്ക്രിപ്റ്റ് എന്ന് പോലും അറിയില്ലായിരുന്നു, ഞാൻ വിളിച്ച് കൊണ്ടുവന്ന് ചെയ്യിച്ച ഒരു പ്രോഗ്രാം ആണെന്നാണ് പറയുന്നത്. ഇനി എത്രയെത്ര സിനിമകൾ OCDയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, കളിയാക്കലുകൾ വന്നിട്ടുണ്ട്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാത്തിരുന്നതല്ലേ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ അവരെ അറിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ അവരത് നീക്കം ചെയ്തേനെ. പക്ഷെ അവരിന്നത് നീക്കം ചെയ്യോ? നീക്കം ചെയ്യില്ല. ഞാൻ എന്താണ് സംഭവം ഓർമ്മയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഒന്നുകൂടി കാണിച്ചു തരാം. അടുത്തായി നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു കാന്താരിയാണ്. സ്വന്തം നിലപാടുകൾ പരിസരബോധമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. നല്ല സമയത്ത് തുടങ്ങി ഇപ്പൊ കുട്ടിക്ക് നല്ല സമയം തോന്നുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം വ്യക്തിയെ. അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് മഞ്ജലീന. മുളപ്പട്ടി ഇവിടെ മുളപ്പട്ടി. ഏത് പട്ടിയാ മോളെ? ഇവിടെ പട്ടിയൊന്നുമില്ലല്ലോ. മോളെ അഭിനയൊക്കെ അകത്ത് കേറിയിട്ട് മതി. ഇവിടെ വെച്ച് കാണാക്കോണ അഭിനയം വേണ്ട. മുട്ടാലും കേട്ടിട്ടുള്ളൂ. അടങ്ങി മോളെ മോൾ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? എന്താ തള്ളമളെ? എന്റെ ദൈവമേ, എനിക്ക് വയ്യത്. എന്ത് മോളെ മോളുടെ ഒരു ഇത് വെച്ച് ഇതിനകത്ത് ആരായിരിക്കും മോളെ വിജയിക്കാൻ പോകുന്നത്? ആ എമ്മടിക്കണ കഥ എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവരൊരാളോട് പറഞ്ഞൊരു വാക്കാണ്, സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാക്കാണ് എമ്മിനെ കുറിച്ചിട്ടൊക്കെ. എമ്മടിക്കുന്നവരെ എമ്മടിക്കും എന്നൊരു സാധനം. ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്തായാലും OCDയെ കളിയാക്കിയിട്ട് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ അവരെ അറിയിക്കണമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പൊ ഇന്ന് രാവിലെ മേഘ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എക്സ് വൈഫ് അച്ഛന്റെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആഞ്ചലീനൊക്കെ പറയാനുള്ളത് കേൾക്കാം. അങ്ങനെ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി കാശ് വാരണതിന് തെറ്റൊന്നുമില്ല. അതിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് തെറ്റ്. അതെ 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 ഇന്ന് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ഇട്ടത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ മീഡിയാസ് അത് എടുത്തു. മീഡിയാസ് എടുക്കാൻ കാരണം എന്താ?
ഇന്ന് നോർത്ത് ഇന്ത്യയിൽ പോലും അഖിൽ എൽആർഡിയുടെ ഈ ഒരു വിഷയം കത്തി നിൽക്കുകയാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ അവർ അതിനെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ചൂണ്ടിക്കാണിച്ചത് വലിയ പ്രശ്നമായി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നമ്മൾ എത്തി നോക്കുകയാണ്, അതാണ് ഇതാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി അത് കഴിഞ്ഞ് ഇന്നലെ വേറൊരു സംഭവം കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാനും അഖിലനാടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്ക് ഈ നേരം വരെ അഖിലനാട് എന്ന വ്യക്തിയുടെ മോശം അവസ്ഥയെ വെച്ച് ഈ നേരം വരെ, ഈ നിമിഷം വരെ ഒരു പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു നയാ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായോ? എനിക്ക് അദ്ദേഹത്തിന് മോശാവസ്ഥ വെച്ച് കണ്ടിട്ട് കാശുണ്ടാക്കാൻ എനിക്ക് പറ്റായിക്കൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഞാനും അഖിലനാട് തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി ഞാൻ അഖിലനാടിയുടെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചതിനെ തുടർന്ന് ഞാൻ ആവശ്യപ്പെട്ട കാര്യം ഇത്ര മാത്രം. ഞാൻ അഖിലനാടിയോട് മനസ്സാലെയും ഈ ടോപ്പിക്ക് ഞാൻ ക്ലോസ് ചെയ്യും. ഞാൻ ക്ഷമിക്കും. ഐ വിൽ ക്ലോസ് ദ ചാപ്റ്റർ ഫോർ ഷുവർ. ഇത്രയും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അഖിലനാടി എൻ്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ആ വീഡിയോ ക്ലിപ്പിന്റെ റവന്യൂ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ലൈക്ക് ചാരിറ്റി. അത് പാവപ്പെട്ട മനുഷ്യരോ വഴി പോകുന്ന ഒരു പട്ടിണി നടക്കുന്ന ഒരു നായ്ക്ക് കൊടുത്താലും ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അത്ര മാത്രം ചെയ്താൽ മതി. തുടക്കം തൊട്ട് അഖിലനാട് യൂട്യൂബിൽ ഉണ്ടാക്കിയ എല്ലാ വീഡിയോയുടെ റവന്യൂ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ വീഡിയോയിൽ അഖിലനാടുണ്ടാക്കിയ പൈസ അത് അവർ എഗ്രി ചെയ്തിട്ട് പോലുമില്ല. ഈ നേരം വരെ ദേ നോട്ട് റെഡി ടു എഗ്രി വിത്ത് ദാറ്റ്. ഇപ്പം തന്നെ കൊടുക്കണം, നാളെ തന്നെ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. സാവകാശം എടുത്തിട്ട് ചെയ്താൽ മതി. ആ വീഡിയോ മൂലം ഞാൻ മനോവേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാരണം കുറച്ച് പേർക്ക് സഹായമാണെന്ന് ഞാൻ കണ്ണാലെ കണ്ടാൽ ഐ വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ്. അത് നിങ്ങളുടെ കണ്ടന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞിപ്പോൾ ഒരു വീഡിയോ ചെയ്തു, അത്രേ ഉള്ളൂ. ആ ഒരു സംഭവത്തിൽ അവർ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് നിങ്ങളുടെ അല്ല, അങ്ങനെ പറയേണ്ടി വരും. പിന്നെ അവരെന്തിനാണ് ഈ പൈസ എടുത്തിട്ട്, അല്ലെങ്കിൽ അതിലത്തെ എൻ്റെ കണ്ടന്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കണ്ടന്റ് അല്ല. ബിഗ് ബോസിൽ നിങ്ങൾ കാണിച്ച കാര്യങ്ങൾ പല ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ നിങ്ങളുടെ കണ്ടന്റാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ആ ഒരു കണ്ടന്റിൽ നിന്ന് കിട്ടിയ ഫണ്ട് എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തോളാം. അവർ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഒരു സൈഡിലൂടെ. അത് നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയരുത് എന്നുള്ളതാണ്. ചില ആളുകൾ കൊടുക്കുന്നത് നാട്ടുകാരെ മൊത്തം അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങളൊരു തിട്ടൂരം എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അതൊക്കെ കുറച്ച് കൂടുതലല്ല എൻ്റെ പൊന്നു ചേച്ചിയെ. താങ്കളെ കുറിച്ചിട്ട് നല്ല ബോധ്യം ഇവിടെയുള്ള നാട്ടുകാർക്ക് ഉണ്ട്. നിങ്ങൾ ആ എമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു സംഭവം കൂടി വന്നു. ഇന്ന് രാവിലെ ഒരു കരച്ചൽ ഓഡിയോ മുഴുവൻ കേൾക്കിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഖിലനാടിയോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സാല്. അഖിലനാട് എന്ന വ്യക്തിയോട് ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബന്ധം ഏർപ്പെട്ട വേദന എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അതിലൂടെ കടന്നു പോയിട്ടുള്ള ആളെന്നെ. മനസ്സിലായ? വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രണയബന്ധം 4 വർഷത്തെ പ്രണയബന്ധം തകർന്ന് ജീവിച്ച ഒരാളാണ് ഞാനിപ്പോഴും. എനിക്ക് ആ വേദന എന്താ നന്നായിട്ട് അറിയാം. എനിക്ക് മനസ്സാല ക്ഷമിച്ചു കൊടുക്കണം. ഈ സംഭവം, ഈ സംസാരം അവസാനിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടുള്ളാലേ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഏഞ്ചലിന്റെ വ്യക്തി എങ്ങനെയാണ്, എന്താണെന്നുള്ളത്. എന്റെ ചുറ്റുമുള്ളവർക്കറിയാം, എന്റെ കൂടെ ഉള്ളവർക്കറിയാം, എന്റെ കുടുംബത്തുള്ളവർക്കറിയാം ഏഞ്ചൽ എങ്ങനെയാണ്, ഏഞ്ചലിന്റെ മനസ്സെങ്ങനത്തെയാണ്. മനസ്സിലായ? അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ കാശ് പാവങ്ങൾക്ക് കൊടുത്തത് സമ്മതിച്ചെത്താ. ഞാൻ ഈ പരിപാടിയോട് അവസാനിപ്പിക്കും. ഒരു സംസാരം എന്റെ പേരിൽ ഉണ്ടാവില്ല. അഖിലന്റെ വ്യക്തിയോട് ഒഫീഷ്യലി ഞാൻ ക്ഷമിക്കും. പേഴ്സണലി മനസ്സാലി ഞാൻ ക്ഷമിക്കും. ഈ സംഭവം ഞാൻ നിർത്തും. മനസ്സിലായ? അപ്പോഴും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. കാശോടുള്ള ആർത്തി കൊണ്ടല്ലേ. ഇത്ര ആർത്തി വേണം മനുഷ്യന്. കാശ് പൈസ എന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് വേണ്ട. നിങ്ങൾ തന്നാ പോലും മേടിക്കില്ല. അത് പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ പറ്റാത്ത നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് നിങ്ങൾ. ഞാൻ അറിയാണ്ട് ചോദിക്കുക. എന്നിട്ട് അതും കൂടാണ്ട് നിങ്ങൾ PR വർക്കിട്ട് എനിക്കിട്ട് താങ്ങ്. ഞാൻ അഖിലനാടിന് എന്താ ചെയ്തത്? ഞാനതാ ചോദിക്കണം. ഞാൻ അഖിലനാടിന്റെ വ്യക്തി ഞാൻ എന്താ ചെയ്തേ? എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇടാൻ മാത്രം ഞാൻ അയാളെ എന്ത് ചെയ്തു? അയാളെ ഭാര്യ പോയത് ഞാനല്ല കാരണം. മനസ്സിലായി? എനിക്കെന്താ കാരണം എന്ന് പോലും അറിയില്ല. അവർക്കിടയിൽ എന്താ നടക്കണം എനിക്കറിയില്ല. അവരുടെ ബെഡ്റൂമിൽ കയറി ഇരിക്കണ ആളല്ല ഞാൻ. എനിക്ക് മനസ്സാലേ ഏഞ്ചലിന് എന്താ വ്യക്തി നിങ്ങൾക്ക് അറിയില്ല. ഏഞ്ചലിൻ മരി എന്ന ആൾ ആരാണെന്ന്, എങ്ങനെയാണെന്ന്. എന്റെ കൂടെ ഉള്ളവർക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം എന്റെ മനസ്സെങ്ങനത്തെയാന്ന്. അപ്പോഴിപ്പോഴും ഞാൻ പറയണ്ടേ, എനിക്ക് ക്ഷമിക്കണം എന്ന് ആഗ്രഹം ഉണ്ടുള്ളാലേ. പക്ഷെ നിങ്ങൾക്ക് അത് തിന്നാൻ, ആ കാശ് തിന്നാൻ അറിയത്തില്ല. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അഞ്ജലിയുടെ. ഓക്കെ, എന്താടാ കരഞ്ഞു മെഴുകിയിട്ട് അങ്ങ് വന്നിട്ടുണ്ടല്ലോടെ. നിങ്ങൾക്ക് അഖിലനാർഡിയോട് യാതൊരു വിരോധവും ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയായിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വീഡിയോയോട് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുന്നേ തന്നെ പറയണമായിരുന്നു.
3 വർഷത്തിന് ഇപ്പോഴാണോ അല്ലെങ്കിൽ 2.5 വർഷത്തിന് ശേഷമാണോ ഇതൊക്കെ പറയുക? ചേച്ചി അതൊന്ന് ഇരുത്തി ആലോചിക്കണം കേട്ടോ. എന്തായാലും ചേച്ചി തന്നെ പുറത്തു വിട്ട ഒരു ഓഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ട് തന്നിട്ടുള്ളത്. അഖിലന്നാരുടെ നല്ല അടിപൊളിയായിട്ട് ഇതാ പുതിയ പുതിയ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അദ്ദേഹം മനോഹരമായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ എക്സ് വൈഫ് അതാ അച്ഛന്റെ വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും പുറത്ത് വിട്ടിട്ടുണ്ട്. അതൊരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. ആഞ്ചലിന ചേച്ചിയുടെ ഒരു കരച്ചിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ, അതു തന്നതെനിക്ക് മുത്തല്ലേ, കണ്ണിനും കണ്ണായി വന്നില്ലേ, ഇളം കണ്ണി നീലാവിൻ വിളക്കല്ലേ, കണി കാണാൻ ഒരു പൂമൊട്ട്, കാതിൽ ഒരു താരാട്ട്, കണ്ണാൻ തുമ്പി തേനോട്ട്, പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ, അതു തന്നതെനിക്ക് മുത്തല്ലേ. താങ്ക് യു. ഇടയിലൂടെ കിടന്നോട്ടേട്ടാ. അപ്പോൾ എന്നാൽ ഞാൻ പോയി ചായ കുടിക്കട്ടെ. ജിമ്മും കഴിഞ്ഞ് വന്ന് വയ്യോ വിശന്ന് കൊള്ളരെ. ഒരു കോയിമുട്ട ഞാൻ കയറ്റിയിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് ഡപ്പോൾ സൈനിങ് ഓഫ്.